ഒക്കാത്ത കാര്യം എന്തിനിടെ ചെയ്യാൻ പോണത്? കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഇന്നസെന്റ് മാമന്റെ മോനാണ് ഇവിടെ നിൽക്കുന്ന ഈ പയ്യൻ ഇന്നസെന്റ് മാമന്റെ സൗണ്ട് ഒന്ന് അനുകരിച്ച് താഴെ ഒന്ന് എഴുതിയും കൂടെ വെക്കണം, ഇന്നസെന്റിന്റെ സൗണ്ടാണ് ഞാൻ എടുക്കാൻ പോണേന്ന്. കണ്ണും ചെവിയും അടച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതേപോലെ തന്നെ. ഞാൻ ഇതൊന്ന് കേൾപ്പിച്ചു തരാം, ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറഞ്ഞാൽ മതി. നീ എന്തിനാ പഠിക്കണേ? അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ പോരെ. അത് തന്നെ നമുക്കും പറയാനുള്ളത്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. എന്റെ ഇടയിൽ അവസാനം ആടാ പറഞ്ഞ അടിപൊളിയെന്ന്. ഇതാണ് അടിപൊളി. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നിയാടെ? ഒന്നുവനെ അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്നും പറഞ്ഞിട്ട് മോന്റെ മറ്റേ അവിടെ തഴമ്പ് അങ്ങനെ വരൂല. അതങ്ങനെയാണ്, അതാണ് അതിന്റെ ഒരു നാട്ടു നടപ്പ്. സത്യം പറഞ്ഞ ഇപ്പൊ ഇന്നസെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആശാന് പകരം ഡബ്ബിയാനായിട്ട് ഈ പയ്യനെ വിടായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാനാണ് മൊഴിഞ്ഞതെന്ന്. എന്റെ പൊന്ന ആശാന്മാരെ ആശാത്തികൾ, ഇതൊന്നും ഞാൻ മൊഴിഞ്ഞല്ലെന്ന്. ഈ വീഡിയോന്റെ താഴെ വന്ന കുറേ കമന്റുകളാണെന്ന്. അതാണ് ഞാൻ അങ്ങ് വിളമ്പിയത്. അല്ലാതെ ഈ പയ്യന്റെ അടുത്ത് എനിക്ക് വലിയ ശത്രുതയുണ്ടാ? ഇതിൽ 2-3 കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടാ. ഒന്നും അറിഞ്ഞുകൂടാതെ മറ്റവന്മാരുടെ മൂടും താങ്ങി അയക്കുന്ന കുറെ ടീമുകൾ. അതിൽ ഒന്നാമത്തവൻ എന്ന് പറഞ്ഞത് യവനാണ്. ഭയങ്കര ഭാവാഭിനയം, തന്തയെ പറയിപ്പിക്കാൻ കുറെ എന്നും പറയേണ്ട ഒരു കമന്റ്. എന്റെ പേര് KC ഷിഹാബ് KC. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കണോടാ, അത് ഇന്നസെന്റിന്റെ മോനല്ലടാ പൊട്ടം കൊണാപ്പാ. ഇന്നസെന്റിന്റെ മോന്റെ മോനാണടാ പേത്തല പിടിച്ച വാവളം തന്നെ. അതൊന്നും അണിഞ്ഞൂടാതെ വന്നങ്ങ് കമന്റ് ഇടണവൻ. നിനക്ക് എങ്ങനെ തോന്നറ ഇതേപോലെ ഒരു അവരാതാ പയ്യനെ വിളിക്കാൻ? നിന്റെ വീട്ടുകാരെയോ കൂട്ടുകാരെയോ നാട്ടുകാരെയോ ആരെങ്കിലും അവൻ വല്ലതും പറഞ്ഞ? ഇല്ലല്ല. പിന്നെ എന്തോന്നിടാ ഇങ്ങനെ ഒരു സംഭവം നീ അയച്ചത്? അങ്കമ്മത്തങ്ങയെന്ന് പറഞ്ഞൂടാ, എങ്കിലും വന്നങ്ങ് കമന്റ് ചെയ്യും. ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ ഇപ്പോഴത്തെ തന്തയാണോ നിന്റെ തന്തയെന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടിരിക്കുന്നതായിരിക്കണം നല്ലത് കേട്ടാ ഷിഹാബെ. അടുത്തത് എൻ്റെ പൊന്നു കറക്റ്റ് ഇട്ടാ. ഇപ്പോൾ ഇന്നസെന്റ് ഉണ്ടെങ്കിൽ ഡബ്ബിങ്ങിന് പോവേണ്ടി വന്നേനേന്ന് റഹ്മാൻ. എടാ റഹീമേ, ആ പയ്യൻ ചോദിച്ച ചോദ്യം നീ കേട്ടായിരുന്ന? ആ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുമോ എന്നാണ് ആ പയ്യന്റെ അടുത്ത് ചോദിച്ചേക്കുന്നത്. നിനക്ക് കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ ഒരു സാധനം വിളമ്പിത്തരാം. ബ്രോ ഇന്നസെന്റ് ഒരു ഡയലോഗ് പറയൂ. പിന്നെന്താ ഇവിടെ വന്നേ. റഹീമേ, നീ കേട്ടായിരുന്നാടാ അത്? ഇന്നസെന്റ് ചേട്ടന്റെ ഡയലോഗ് ഒന്ന് പറയാമോ, അല്ലാതെ ഇന്നസെന്റ് ചേട്ടന്റെ വോയിസ് ഒന്ന് അനുകരിക്കാമോ എന്നൊന്നും അല്ലെല്ലാം പറഞ്ഞത്. ഒരു കാര്യം കേൾക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാൻ നോക്കണം. അല്ലാതെ അപ്പുറത്ത് പെണ്ണുമ്പിള്ളേൻ്റെ സംസാരിച്ച് ഇപ്പുറത്ത് പോയി വഴക്കും ഉണ്ടാക്കി അങ്ങനെയല്ല കേൾക്കേണ്ടത്. ഒരു സാധനം കേൾക്കുമ്പോൾ നല്ല ശ്രദ്ധയോടെ കേൾക്കണം. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും കുറച്ച് സാധനങ്ങളും കൂടെ ഒന്ന് മൊഴിയാനുണ്ട് എനിക്ക്. അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകനെ തഴമ്പ് വരൂല. അത് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അത് യവനാണ് കേട്ടോ പറഞ്ഞത്, ദിലീപ് കുമാർ. ദിലീപ് കുമാറെ, അത് അച്ഛനല്ലടാ മൊണ്ണേ, ഇന്നസെന്റ് ചേട്ടന്റെ മോന്റെ മോൻ. എവിടെന്നടാ ഇതൊക്കെ? ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ, അച്ഛന്റെ കുറവ് മകൻ നികത്തും മലയാള സിനിമയിൽ. അടുത്തവൻ ഇനീട്ടോമിന് ഒരു എതിരാളി ഇന്ന്. ഇതൊരു ജംഷീർ സനു ജംഷീർ. എടാ ജംഷീറ, ഒരു കയ്യിൽ മിച്ചർ മറ്റേ കയ്യിൽ മൊബൈൽ. നീ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴായിരിക്കും നിന്റെ വായിക്കാത്തോട്ട് നീ മിച്ചർ എടുത്തിടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ വരെയാണ്. നീ ചവയ്ക്കുന്ന ആ ചവയ്ക്കത്തില് ഈ ഒരു സാധനം നീ കേൾക്കൂല. എന്നിട്ടൊരു മുക്കും മൂലയൊക്കെ കേട്ടതിന് ശേഷം നീ കമന്റ് ബോക്സ് വരുമ്പോഴത്തേക്കും എല്ലാവരും നെഗറ്റീവ് അങ്ങ് അടിച്ചിരിക്കുന്നു. എന്നാ പിന്നെ എൻ്റെ വകയായിട്ട് ഇതും കൂടെ അങ്ങിരിക്കട്ടെന്ന്. എടാ അങ്ങനെ ചെയ്യാൻ നിൽക്കലടാ ജംഷീറെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ നീ ഒരു വാണമാവും. അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്നും വായിക്കാത്തിട്ട് മുണങ്ങാതെ കറക്റ്റ് വീഡിയോ കണ്ടിട്ട് ശ്രദ്ധയോടെ ഇരിക്കണം. മനസ്സിലാവുന്നുണ്ടാടാ ജംഷീറെ? മുഹമ്മദ് നിസാർ, ഡയലോഗ് ഇന്നസെന്റ് ചേട്ടൻ്റേത് തന്നെ, ഒരു സംശയവുമില്ല. പക്ഷേ ശബ്ദം ഇവൻ്റേതാണെന്ന് മാത്രം. എന്താ ആലങ്കാരികമായിട്ടാണ് അവൻ വിവരക്കേട് അങ്ങ് എഴുതി വിടുന്നത്. എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വീട്ടിൽ പെണ്ണും പിള്ളയായിട്ടും വീട്ടുകാരുമായിട്ടും എന്തെങ്കിലുമൊക്കെ അടിയും പിടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യവന്മാരെ ഒന്ന് തീർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സിലാണ്. ഇങ്ങനത്തെ കുറേ അലപലാതി ഷണ്ണാപ്പാഞ്ചികളുണ്ടെന്ന്. എടാ നിനക്കൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലെല്ലാം ഒന്ന് തീർക്കേണ്ടത്. ആ ഫസ്ട്രേഷൻ മൊത്തം വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു തീർക്കടാ, അല്ലാതെ നാട്ടുകാരുടെ അടുത്തല്ല പറഞ്ഞു തീർക്കേണ്ടത്. എന്തൊരു ജമ്മങ്ങളുടാ നീയൊക്കെ. കടക്ക് പുറത്ത് കാവറക്കികളെ.